എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി മറ്റെല്ലാ ഇൻഡെക്സുകളും ഇന്നൊരു ഡൗണിലാണ് ക്ലോസ് ചെയ്തത്. രാവിലെ നിഫ്റ്റി തുറന്ന ഉടനെ തന്നെ റെക്കോർഡ് ഹൈ, അതായത് ആൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് താഴേക്ക് വന്നത് 24,461. അതിനുശേഷമാണ് താഴേക്ക് വന്നത് എന്ന് പറഞ്ഞാലും പോരാ. ഇവിടെ നിന്ന് എത്ര പോയിൻ്റ് അറിയോ? 321 പോയിൻ്റ് മൊത്തം താഴേക്ക് വന്നു. പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ചെറിയ റിക്കവറി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായിരുന്നാലും 110ഓളം പോയിൻറ്റിൻ്റെ മൈനസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും 460-500 പോയിൻറ്റിനുള്ളിൽ താഴെ വന്ന് പിന്നീട് ഏകദേശം 380 പോയിൻറ്റോളം മൈനസിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 800 പോയിൻറ്റോളം താഴെ വന്നു. ശേഷം 430 പോയിൻറ്റിൻ്റെ ഉള്ളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇതൊക്കെ ഇടിയാനുള്ളൊരു പ്രധാന കാരണം എന്തറിയോ? മാർക്കറ്റ് ഇത്ര ദിവസം ഹൈയിൽ പോയതുകൊണ്ട് ഇടിഞ്ഞതൊന്നുമല്ല. അതായത് US ഫെഡ് മേധാവി ഉണ്ടല്ലോ, ജെറോം പവൽ, അയാളൊരു കാര്യം പറഞ്ഞു. എന്ത്? പലിശ നിരക്ക് ഉടനെ ഒന്നും കുറയ്ക്കില്ല എന്ന്. ഈ ഒരൊറ്റ വാക്കിലാണ് ഇന്ന് മാർക്കറ്റ് താഴേക്ക് വന്നത്. കണ്ടോ? ന്യൂസ് ഫോളോ ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അതായത് FIers DIers ഒക്കെ ന്യൂസ് ഫോളോ ചെയ്തിട്ടാണ് അവർ കൂടുതലും ട്രേഡിംഗ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൂടുതലായും അതാണ് ഇന്ന് ശരിക്ക് നെഗറ്റീവ് ആവാനുള്ള ഒരു കാരണം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു 52,250 താഴെ വന്നാൽ എൻട്രി എടുത്ത് പോകാമെന്ന്. പക്ഷേ 1 അവർ ക്യാൻഡിലിൽ 52,250 എന്നുള്ളത് ക്രോസ് ചെയ്തില്ല. ക്രോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തില്ല. അതുകൊണ്ട് നമ്മൾ എൻട്രി എടുത്തില്ല. പക്ഷേ അതിൻ്റെ തൊട്ട് ശേഷമുള്ള ക്യാൻഡിൽ ക്രോസ് ചെയ്തിട്ടുമുണ്ട്. അത് ക്ലോസും ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ എൻട്രി എടുത്തിരുന്നെങ്കിലോ? ഇവിടെയാണ് ക്രോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ്, അതായത് ബാങ്ക് നിഫ്റ്റി ഇവിടെയാണ് ക്ലോസ് ചെയ്തത്, ഏകദേശം 132 പോയിൻറ്റിന് താഴെ. അതിനുശേഷം ഒരു ചെറിയ കൺസോൾട്ടേഷനിലൂടെ മുകളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ സപ്പോർട്ടിൽ നിന്ന് ഇത്രയും പോയിൻ്റ് താഴെ വന്ന് ക്ലോസ് ചെയ്തതുകൊണ്ട് ഉറപ്പായും അവിടെ ഒരു റീട്രേസ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കണം. റീട്രേസ്മെൻറ്റ് നടത്തിയിട്ടേ പിന്നീട് മാർക്കറ്റ് താഴേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ നോക്കൂ, റീട്രേസ്മെൻറ്റ് നടത്തി ഇവിടെ ഈ ടച്ചായിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ ഇവിടുന്ന് മുകളിലേക്ക് പോകാം, അല്ലെങ്കിൽ താഴേക്ക് വരാം. അത് നമുക്ക് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,390 ബ്രേക്ക് ചെയ്താൽ നമുക്ക് മുകളിലേക്ക് എൻട്രി പോസിബിളാണ് എന്ന് പറഞ്ഞു. ഈ ഒരു ഏരിയയിൽ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് അതിൽ എൻട്രി എടുക്കേണ്ട സാഹചര്യം കിട്ടിയിട്ടില്ല. പിന്നീട് അവിടെ നിന്ന് താഴേക്കാണ് വന്നത്. താഴേക്ക് വരുമ്പോൾ 23,960 ബ്രേക്ക് ചെയ്താൽ ഫുഡ് സൈഡ് എൻട്രി എടുത്ത് പോകാമെന്നാണ് പറഞ്ഞത്. 23,960 അത് ഇവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയിലും ഒരു പ്രോപ്പറായ എൻട്രി ലഭിച്ചിട്ടില്ല. അതേസമയം 15 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കിയിട്ട് അനലൈസ് ചെയ്ത് ട്രേഡുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം, അതായത് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു സൈഡ് വേ തന്നെയായിരുന്നു. ഓക്കെ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്നിവ ഇന്നലെ പറഞ്ഞ അനലൈസ് പ്രകാരം ഇങ്ങനെയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. ശരിക്കുള്ള ഒരു എൻട്രി കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അതേസമയം 15 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾ സ്കാൽപ്പിങ് ചെയ്ത് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി. ഇനി നമുക്ക് നാളെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് കറക്റ്റായ സമയത്ത് എൻട്രി എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. പൊതുവെ മാർക്കറ്റ് ആൾ ടൈം ഹൈയിലായതുകൊണ്ട് സ്റ്റോക്കുകളും അതേപോലെ തന്നെ ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് താഴുന്നുമില്ല, എന്നാൽ ഇനി മുകളിലേക്ക് പോകാനുമില്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലും ഒരു അവസ്ഥയിലുമാണ് ഇപ്പോൾ. പുട്ട് സൈഡിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എൻട്രി എടുത്ത പുട്ട് സൈഡിലേക്ക് കറക്റ്റായിട്ട് മൂവിങ്ങും ഇല്ല. എന്നാലും മുകളിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് തന്നാലും, അതായത് ബ്രേക്ക് ഔട്ട് നടത്തിയാലും അത് നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള പോയിൻ്റ് ക്യാച്ച് ചെയ്യുന്നില്ല, ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് സ്റ്റോക്ക് ഓപ്ഷനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ഇന്നലെ പിന്നെയും കുഴപ്പമില്ല, ഇന്ന് അനുഭവപ്പെട്ടത്. കാരണം ഇൻഡെക്സുകൾ താഴെ വന്നു, പക്ഷേ സ്റ്റോക്കുകൾ താഴേക്ക് വരാൻ മടി കാണിച്ച് നിൽക്കുകയായിരുന്നു. എന്നാലോ മുകളിലേക്ക് പോകാൻ ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞാൽ
2-3 പോയിൻ്റ് മുകളിലേക്ക് പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻ ഒഴിവാക്കുന്നതാണ് ഉചിതമായ ഒരു കാര്യം. ഓക്കെ, ഇത് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പാണ്. ബാങ്ക് നിഫ്റ്റി സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റാണ്. അടുത്തത് നിഫ്റ്റി നമുക്ക് പ്രോഫിറ്റാണ്. അതോടൊപ്പം പിന്നീട് വന്ന ബാങ്ക് നിഫ്റ്റി 0 പ്രോഫിറ്റാണ്, അത് നല്ല പ്രോഫിറ്റാണ് കേട്ടോ. പിന്നീട് 180 എബോവ് ബാങ്ക് നിഫ്റ്റി എടുക്കാൻ പറഞ്ഞത് വന്നിട്ടില്ല. മിഡ് ക്യാപ് നിഫ്റ്റി 97 എടുക്കാൻ പറഞ്ഞതും ആക്റ്റീവായിട്ടില്ല. പിന്നെ നിഫ്റ്റി 24 എബോവ് അത് ആക്റ്റീവായി 106 എക്സിറ്റ് അടിക്കാൻ പറഞ്ഞു. പക്ഷേ അത് നമ്മുടെ ടാർഗറ്റിനും അപ്പുറം പോയി, നല്ല അത്യാവശ്യം ഹൈയിൽ പോയത്. പക്ഷേ ഞങ്ങൾക്ക് 10 പോയിൻറ്റിൻ്റെ ഉള്ളിലാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ സമയത്ത് പ്രീമിയം മൂവിങ് ആയിരുന്നില്ല, ഭയങ്കര ഒരു DK ഹണ്ടിങ്ങൊക്കെ നടത്തുന്ന പോലെ തോന്നിയുകൊണ്ടാണ് എക്സിറ്റ് ആകാൻ പറഞ്ഞത്. ഓക്കെ, പിന്നീട് 0 ബാങ്ക് നിഫ്റ്റി 60 കൊടുത്തു, അത് 72 വരെ പോയി. ഓക്കെ, അതിലും പ്രോഫിറ്റാണ്. പിന്നീട് ബാങ്ക് നിഫ്റ്റി 125 എബോവ്, അത് 150 ടാർഗറ്റ്, പക്ഷേ 140 വരെ പോയുള്ളൂ. നമ്മുടെ ക്ലയൻസ് ബിഗിനേഴ്സിന് ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും ചില ബിഗിനേഴ്സ് ഗ്രീൻ കണ്ടതും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. എന്നാൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന കുറച്ച് ആളുകൾ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന്. ഇതിൽ ഒരെണ്ണം മാത്രമേ കേട്ടോ SL ഹിറ്റായിട്ടുള്ളൂ. ഞാൻ 2-3 SL ഹിറ്റായി എന്നാണ് വിചാരിച്ചത്. പക്ഷേ സ്റ്റോക്ക് ഓപ്ഷനിൽ ഇന്ന് ബോഷ് 855 എൻട്രി എടുത്തിട്ട് 920 വരെ പോയി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. എന്തായാലും ഒരു 50 പോയിൻ്റ് മൂവിങ് ആയി. പക്ഷേ അത് 1100 ടാർഗറ്റ് വെച്ചത്, അതുകൊണ്ട് അത് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് വെച്ചാൽ. പിന്നെ PFC 1480 മുതൽ 2021 വരെ പോയി. പിന്നെ ടാറ്റ സ്റ്റീൽ BTST ആണ്. അപ്പോളോ ഹോസ്പിറ്റൽ 169 കൊടുത്ത് 173 വരെ പോയി. പിന്നീട് താഴെ വന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നീട് മുകളിൽ പോയി 185 ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് റീ എൻട്രി എടുത്തവർക്ക് അതിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. ജൂബിലി ഫുഡ് 17 രൂപയ്ക്ക് എടുത്തു, നേരെ താഴെ വന്നു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നീട് അത് പൊങ്ങിയിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് കൊടുത്ത ക്രൂഡ് ഓയിൽ 135, പക്ഷേ 136.20 അങ്ങനെ എന്തോ വന്നുള്ളൂ. പിന്നീട് അത് 145, 146 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി പ്രൊവൈഡ് ചെയ്തത്. അത്യാവശ്യം പ്രോഫിറ്റാണ്, പക്ഷേ സ്റ്റോക്ക് ഓപ്ഷൻ കാര്യമായ ഒരു ചലഞ്ചും നടത്തിയില്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി നമുക്ക് നാളെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് ലെവൽസ് നോക്കി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നൊന്ന് നോക്കാം. നിഫ്റ്റിയുടെ ചാർട്ടാണിത്. നമുക്ക് നാളെ ഈ ഒരു റെസിസ്റ്റൻസ് തന്നെ 24,390 നോക്കൂ. 1 അവർ ക്യാൻഡിലിൽ ഒരു W പാറ്റേൺ ഫോം ആകുന്ന പോലെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ളത് അറിയില്ല. ഡബിൾ ബോട്ടം എന്തായാലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ 24,385 390 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ നമുക്കെടുക്കാം. ഇതുവരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. എത്ര? 24,450 വരെ. അതുകൊണ്ട് നമുക്ക് നാളെ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പണായി അല്പം താഴേക്ക് വന്ന് പിന്നീട് റീട്രേസ്മെൻറ്റ് നടത്തി ഈ 24,390 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഏതുവരെ എന്ന് വെച്ചാൽ 24,450 വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം 61-70 പോയിൻറ്റിനകത്ത് നമുക്ക് പ്രോഫിറ്റ് നിഫ്റ്റിയിൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ താഴേക്ക് വരികയാണെങ്കിൽ 24,150 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഒരു എൻട്രി വരാം. ഏകദേശം ഇതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. 24,000 വരെ. ഓക്കെ, ഒരു 150 പോയിൻറ്റോളം ഹോൾഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ ട്രേഡ് സെറ്റപ്പ് ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 1 അവർ ക്യാൻഡിൽ ഒരു ചാനൽ പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു M പാറ്റേണും തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൽ നമുക്ക് പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്, 53,160.
53,160 പ്രീവിയസ് IM 53,372. അതുകൊണ്ട് 53,150 ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇതുവരെ ട്രേഡ് എടുത്ത് നമുക്ക് ഹോൾഡ് ചെയ്യാം. അതേസമയം താഴെ വരികയാണെങ്കിൽ നമുക്ക് നാളെ 52,220, അതായത് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ 52,250, 52,250 ക്രോസ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് റീട്രേസ്മെൻറ്റ് നടത്തി പിന്നീട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എൻട്രി എടുക്കാം കേട്ടോ. എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് ഇവിടെ തന്നെ വെക്കണം. ഏകദേശം 52,100 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഇനി പുട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 52,250 ഇവിടെ നിന്നും മുകളിലേക്ക് പോയതിന് ശേഷം വീണ്ടും ഈ ലൈൻ 52,250 ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് വരാം, താഴേക്ക് വരാം. ഓക്കെ, 1:2 സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്ത് ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് അങ്ങനെ ട്രേഡ് എടുക്കാം. 53,150 ബ്രേക്ക് ചെയ്താൽ 53,350 വരെ ഹോൾഡ് ചെയ്യാം. 53,370 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 1:2 സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ഈ മാസം 54,000 പോകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടലുകൾ. താഴേക്ക് വരികയാണെങ്കിൽ 52,250 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരാം. ഇനി 52,250 താഴെയാണ് ഓപ്പൺ ചെയ്തിട്ട് 52,250 ക്രോസ് ചെയ്യുന്നതെങ്കിൽ 52,250 മുകളിലും നമുക്ക് ഒരു എൻട്രി എടുത്ത് കാൾ സൈഡ് പോകാം. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇന്നലെ തന്ന 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഒന്ന് ഇന്ത്യ മാർട്ടാണ്. ഇന്ത്യ മാർട്ടിൽ 2,743 എൻട്രി, 2,735 ഓപ്പൺ ചെയ്ത് 2,760 വരെ പോയിട്ടുണ്ട്. 2,683 ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് മുകളിലേക്ക് പോയതിന് ശേഷമാണ് പിന്നീട് താഴെ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിൽ എൻട്രി ലഭിച്ചു, പ്രോഫിറ്റും ലഭിച്ചു. ഓക്കെ, അടുത്തത് ഇൻഡാൽക്കോ. ഇൻഡാൽക്കോയിൽ കണ്ടാൽ അറിയാം എൻട്രി ലഭിച്ചിട്ടില്ല, 715. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഇനി നാളെ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള, ഇൻട്രാഡേ ചെയ്യാനുള്ള 2 സ്റ്റോക്കുകൾ നോക്കാം. അതേപോലെ ഇൻഡാൽക്കോ നാളെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നാളേക്ക് ഒരെണ്ണം PEL പിരാമലാണ്. പിരാമൽ ഒരു സെൽ എൻട്രിയാണ് നമുക്ക് നാളെ പോസിബിൾ ആയിട്ടുള്ളത് 905. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 905 നമുക്ക് എൻട്രി എടുക്കാം. 912 സ്റ്റോപ്പ് ലോസ് വെക്കണം. 898, 895 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് ഈ മുദ്രയാണ്. പല തവണയാണ് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ നമുക്ക് ഇപ്പോൾ 895 916 മേലെ പോവുകയാണെങ്കിൽ എൻട്രി എടുത്ത് പോകാം. സ്റ്റോപ്പ് ലോസ് 908, ടാർഗറ്റ് 924, 928. ഒരുപാട് നാളുകൾക്ക് ശേഷം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ തികച്ചും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.